ഫോർട്ട് കൊച്ചിയിൽ ഒരാക്സിഡൻ്റ് മരണമുണ്ടായി. നമ്മുടെ ഹെവൻലി വിസ്ലെ എടപ്പള്ളി സഭയിൽ ആരാധിക്കുകയും ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുകയും ചെയ്യുന്ന നിർമ്മൽ ബ്രദറിൻ്റെ മോൻ അഖിൽ പെങ്ങൾ ആൻമരിയെ രാവിലെ പഠിക്കാൻ വിടാനായി ബസ് സ്റ്റോപ്പിൽ വിടാനായി സ്കൂട്ടറിൽ പോകുന്നു. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്യുകയും ഈ കുഞ്ഞുങ്ങൾ അവരുടെ വാഹനം വെട്ടിക്കുകയും ചെയ്തപ്പോൾ ഓട്ടോറിക്ഷ തട്ടി ഇവർ താഴെ വീഴുകയും ആ വഴി വന്ന ഒരു ലോറി അപ്പോൾ തന്നെ ഈ അഖിൽ മോൻ്റെ മേൽ കയറി ഇറങ്ങി തൽക്ഷണം അഖിൽ മരിക്കുന്നു. ആൻമരിയയുടെ നില വളരെ ഗുരുതരമായി എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഹെവൻലി പീസിലെ മുഴുവൻ വിശ്വാസികളും, പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തുള്ളവർക്ക് ഈ കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും അധികമായി മനോദുഃഖത്തിലും വേദനയിലും തങ്കുബ്രദറും ഞങ്ങളെല്ലാവരും അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും ആ നിലയിലായി. ഞാനാണ് അഖിലിൻ്റെ ഫ്യൂണറൽ നടത്തുവാനായി അവിടെ ബെന്നി ബ്രദറും ഞങ്ങൾ ഒന്നിച്ച് അതിൻ്റെ ഫൈനൽ ശുശ്രൂഷ ചെയ്ത് ഓർക്കും. അവിടെ എന്ത് പ്രസംഗിക്കും, അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും. മോൻ്റെ ഡെഡ് ബോഡി ശവപേടകത്തിൽ കിടക്കുമ്പം മോള് ഒരു പ്രതീക്ഷയുമില്ലാതെ അടുത്ത മരണം ആശുപത്രിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു വല്ലാത്ത ഘട്ടമായിരുന്നു. എന്നാൽ നിങ്ങളറിയുക, നമ്മുടെ എറണാകുളം ഡയോസിസ് പാസ്റ്റർ ജയമോൻ ബ്രദറുമൊക്കെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലത് സംഭവിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രതീക്ഷയുമില്ല. ആ വാക്ക് ഈ കുഞ്ഞിൻ്റെ ബ്രെയിൻ മിക്സിയിലിട്ട് അടിച്ചാൽ കലങ്ങുന്ന പോലെ കലങ്ങിപ്പോയി. ഞാനും കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു ബ്രെയിൻ സെല്ല് പിന്നെ ഒരിക്കലും ഉണ്ടാകത്തില്ല. അവിടെ ചിലത് സംഭവിച്ചു. ഈ കുഞ്ഞും വാസ്തവത്തിൽ മരിച്ചു. ആൻമരിയുടെ ആത്മാവ് സ്വർഗത്തിൽ പോയി. ആൻമരിയ യേശുവിനെ കണ്ടു. ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലത്തെ യേശു അല്ല, അതിനേലും തേജസ്സേറിയ ഒരു മുഖമായിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഞാൻ പറയട്ടെ, ആൻമരിയ തൻ്റെ മാസങ്ങൾക്ക് ശേഷം പൂർണ്ണാരോഗ്യത്തോടെ കർത്താവിനെ പറയുന്ന കേട്ടുകൊള്ളുക. ഈ ലോകത്ത് ഞാൻ അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതിനേലും തേജസ്സേറിയതും സൂപ്പറാണ് ഈശോ.